ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. മായ ബാലകൃഷ്ണൻ എഴുത്തിലൂടെ ആത്മാവിഷ്കാരം കണ്ടെത്തിയ പ്രതിഭ. അസ്വാതന്ത്ര്യത്തിനുമേലുള്ള സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ് എഴുത്തെന്നുറച്ചു വിശ്വസിക്കുന്ന എഴുത്തുകാരി. 15-ാം വയസ്സിൽ തുടങ്ങിയ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന അസുഖത്തെ തുടർന്ന് പൂർണ്ണമായും കിടപ്പിലായി. 90% ചലനപരിമിതിയുള്ള മായ നവമാധ്യമങ്ങളുടെ വരവോടെയാണ് തന്റെ ലോകവും പുതിയ മാനങ്ങളും കണ്ടെത്തിയത്. ആനുകാലികങ്ങളിലും ഓൺലൈൻ മാസികകളിലും തന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ആകാശവാണിയിലും കവിതകൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. തുടികൊട്ട്, നിഷ്കാസിതരുടെ ആരൂഢം, മണ്ണാങ്കട്ടയും കരിയിലേയും എന്നീ 3 കവിതാ സമാഹാരങ്ങളും 4-ാം വിരലിൽ വിരിയുന്ന മായ എന്ന ജീവിതഗന്ധിയായ ആത്മകഥാക്കുറിപ്പുകളും ഈ ഭൂമിയെ തൊട്ടുനടന്ന ചലനകാലത്തിന്റെ ഓർമ്മകൾ പകർത്തിയ മായക്കാലം, വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന ബാലകഥയും പ്രസിദ്ധീകരിച്ചു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന പുരസ്കാരത്തിൽ കവിതാവിഭാഗത്തിൽ 1-ാം സ്ഥാനവും സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി കമ്മീഷണറേറ്റ് നൽകുന്ന അവാർഡിൽ കവിതാവിഭാഗത്തിൽ 3-ാം സ്ഥാനവും നേടി. സ്ത്രീകളും ഭിന്നശേഷിയും എന്ന വിഷയത്തിലെ ലേഖനത്തിന് സംസ്ഥാനതല ഭിന്നശേഷി കൂട്ടായ്മയുടെ വരം സാഹിത്യ പുരസ്കാരം, അങ്കണം ഷംസുദ്ദീൻ സ്മൃതി പുരസ്കാരം, സുകുമാർ അഴീക്കോട് തത്വമസി ജൂറി പുരസ്കാരം എന്നിവയും ലഭിച്ചു. എഴുത്തിലെ സംഭാവനകൾക്ക് പ്രജാഹിത ഫൗണ്ടേഷൻ അവാർഡും ഭിന്നശേഷി വിഭാഗത്തിൽ എഴുത്തിലെ സംഭാവനകൾക്ക് പാറ്റ് ഉജ്ജ്വൽ ടാഗോർ പുരസ്കാർ എന്നിവയും ലഭിച്ചിട്ടുണ്ട്. 4-ാം വിരലിൽ വിരിയുന്ന മായ എന്ന ആത്മകഥാരചന ആൽക്കമി ഓഫ് ദ ഫോർത്ത് ഫിംഗർ എന്ന പേരിൽ ഡോക്ടർ കെ പരമേശ്വരൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് മായ ബാലകൃഷ്ണൻ സംസാരിക്കുന്നത് തുടർന്ന് കേൾക്കാം ആർട്ട് കഫേയിൽ ഇന്ന്. മായയുടെ മറ്റൊരു പുസ്തകമാണ് മായക്കാലം. അതില് രോഗാവസ്ഥയ്ക്ക് മുൻപേ ഉള്ള ജീവിതത്തെക്കുറിച്ചാണോ പരാമർശിച്ചിരിക്കുന്നത്? അതെ അതെ, അത് മായക്കാലം അതൊരു ഓർമ്മകൾ തന്നെയാണ്. അത് ഞാൻ ഈ ഭൂമിയെ തൊട്ട് നടന്ന കാലങ്ങള്, ഞാൻ ഏറ്റവും സ്വതന്ത്രയായി നടന്ന കാലങ്ങള്, ആ കാലങ്ങളുടെ ഏറ്റവും നല്ല ഓർമ്മകളാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. തന്റെ ജീവിതത്തെ ആഴത്തിലൊപ്പിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. എഴുത്തിലേക്ക് കടന്നു വരുന്നത് കവിതകളിലൂടെയായിരുന്നു. കവിതകളായിരുന്നോ ആദ്യം എഴുതി തുടങ്ങിയിരുന്നത്? അതിനു മുൻപും ഞാൻ ഓർമ്മകളൊക്കെ എഴുതിയിട്ടുണ്ട്, വളരെ നനുത്ത ഓർമ്മകൾ. ഞാൻ സ്വതന്ത്രമായി നടന്ന ഞാൻ മായക്കാലം, ആ ബുക്കിലുള്ള ചില ഓർമ്മകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള ഓർമ്മകള്. പിന്നീട് വരുന്നത് കവിതകളായിരുന്നു. കവിതകൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷം, അതിനു മുൻപും കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മളത് കവിതയാണെന്നുള്ളൊരു തിരിച്ചറിവൊന്നുമില്ല. അപ്പൊ അവ ഞാൻ പിന്നീട് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതി ശേഷം മറ്റ് പലരും വായിച്ചിട്ടാണ് തുടർന്ന് നല്ലതാണ്, മായയുടെ കവിതയില് പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയുമ്പോ പിന്നെ തുടർന്ന് എഴുതാം, നമുക്കൊരു പ്രോത്സാഹനം അവിടെ നിന്ന് കിട്ടുന്നുണ്ടായി. അങ്ങനെ തുടർന്ന് എഴുതിയതാണ് മണ്ണാങ്കട്ടയും കരിയിലേയും. പിന്നെ വന്നത് മായക്കാലം അവസാനമാണ് മായക്കാലം എഴുതിയത്. ഇപ്പം അടുത്ത് എഴുതിയത് മായക്കാലമാണ്. അതെ അതെ. ആൽക്കമി ഓഫ് ദി ഫോർത്ത് ഫിംഗർ എന്ന പേരിൽ ആത്മകഥയുടെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയും വന്നിട്ടുണ്ട് മായയുടെ ഭാഗത്തു നിന്ന്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു കടന്നുവരവ്? എങ്ങനെയായിരുന്നു ഇംഗ്ലീഷിലേക്ക് മാറ്റണം എന്നുള്ളൊരു തോന്നലിലേക്ക് എങ്ങനെയായിരുന്നു എത്തിച്ചേർന്നത്? അത് 2021 4-ാം വിരലിൽ വിരിയുന്ന മായ ഇറങ്ങിയത്. അത് ഒരുപാട് വായനക്കാര് സ്വീകരിച്ച പുസ്തകമാണ്. അപ്പൊ ഈ പുസ്തകം ഇറങ്ങിയ കാലത്ത് എന്നെ അറിയുന്ന പ്രവാസി സുഹൃത്തുക്കള് ചില ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരാണ് പറഞ്ഞത് ഈ പുസ്തകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ വരണം. പക്ഷെ ഞാനന്ന് നോക്കുമ്പോ എനിക്ക് അതിനൊരു സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്, ആരെ കൊണ്ട് ചെയ്യിക്കണം, ഇങ്ങനെയാ, അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നീട് ഇവര് തന്നെയാണ്, ഈ പ്രവാസി സുഹൃത്തുക്കളാണ്, അവര് പറഞ്ഞത് ഇത് എനിക്ക് എൻ്റെ മക്കളെ കൊണ്ടും എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ വായിപ്പിക്കണം, ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അങ്ങനെ അവരാണ് ഇതിന് മുന്നിട്ടിറങ്ങി അതിനു വേണ്ട എല്ലാം ചെയ്തത്. ഇതിന് പരിഭാഷയ്ക്ക് ഡോക്ടർ കെ പരമേശ്വരനെ കണ്ടുപിടിച്ച് ഏൽപ്പിച്ചതും ബിന്ദു വാസുദേവൻ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. പിന്നെ വിദേശത്തുള്ള അവരുടെ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളുണ്ട്. പിന്നെ അവര് തന്നെയാണ്
പബ്ലിഷർ, മലയാളം പബ്ലിഷ് ചെയ്ത ആ പ്രസാധകര് തന്നെയാണ് ഇംഗ്ലീഷിന്റെ പ്രസാധകരായിരിക്കുന്നതും. അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹത്തിൽ, അല്ലെങ്കിൽ ഞാനായിട്ട് ചെയ്തതല്ല, അവരുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പുസ്തകം വരണം എന്നത്. താങ്കളുടെ വിൽ പവർ, ആത്മവിശ്വാസം, ഇതിനൊക്കെ പുറമെ കിട്ടിയ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, പിന്തുണച്ചവര്, അവരാരൊക്കെയായിരുന്നു? എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് ശാരീരികമായ ഒരുപാട് പരിമിതികളുണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോകണം എങ്കിൽ തന്നെ വീട്ടിലെ എല്ലാവരുടെയും സഹകരണം വേണം. അച്ഛനമ്മ, എൻ്റെ സഹോദരങ്ങള്, അപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എനിക്ക് ആ ഒരു കാര്യത്തില് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വായിക്കാൻ എല്ലാം വരുത്തി തരുമായിരുന്നു. പിന്നെ ഞാൻ എഴുതും, അങ്ങനെ ഒരു പ്രതീക്ഷ അവരിലും ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുടുംബ ബന്ധുക്കളായിട്ടുള്ളവരും ഇന്നത്തെ തലമുറയിലുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എന്നോട് നല്ലൊരു സ്നേഹവും പരിഗണനയും നൽകുന്നവരാണ്. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എഴുത്തില് വന്നപ്പോ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും അവരുടെയൊക്കെ ഒരു സ്നേഹവും പരിഗണനയും എനിക്കുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് എഴുതണം, വായിക്കണം, എഴുതണം എന്നെനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ എനിക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാന് 2009 എൻ്റെ ആരോഗ്യാവസ്ഥ കുറച്ചും കൂടി മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് അസുഖം റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ആന്തര അവയവങ്ങളെ ബാധിക്കുന്ന ഒരു ഘട്ടം. അപ്പൊ അങ്ങനെ എനിക്ക് ഹൃദയവാൽവിനെ ബാധിച്ചു. ആ കാലത്താണ് ഞങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സേവനം സ്വീകരിക്കുന്നത്. അത് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഞങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ അന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ 2009. അങ്ങനെ ഞങ്ങൾക്കൊരു ലേഡി ഡോക്ടറാണ് ആദ്യമായിട്ട് വരുന്നത് എൻ്റെ അടുത്ത്, ഡോക്ടർ രത്നമ്മ. അങ്ങനെ ആ ഡോക്ടർ അമ്മ വരുമ്പോഴാണ് എനിക്ക് അസുഖം എന്തായിരുന്നു, എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിയുന്നത്. ഡോക്ടറമ്മ വളരെ സപ്പോർട്ടായിരുന്നു. അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടില്ല. ഡോക്ടറമ്മ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചിത്രങ്ങൾ വരപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഒരുപാട്. എനിക്ക് അങ്ങനെ വരയ്ക്കാനുള്ള ഒരു കഴിവോ അങ്ങനെ ഒന്നുമില്ല. എങ്കിലും എന്തുകൊണ്ടും എൻ്റെ മാനസികമായും എനിക്കൊരു ഉന്മേഷം വരുത്താൻ, അല്ലെങ്കിൽ എന്നെ ആ ഒരു മാനസിക ചുറ്റുപാടിൽ നിന്ന് പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ടാവും ഡോക്ടർമാർ എന്നെ വരപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ, ആശാവർക്കർമാരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാൻ ഞാനും ശ്രമിച്ചു. ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ കണ്ട് അങ്ങനെ വരയ്ക്കുകയും പെയിന്റ് ചെയ്യുകയൊക്കെ ചെയ്തു. മനസ്സിന് നല്ലൊരു സന്തോഷമായിരുന്നു. അതൊക്കെ ആവും തുടർന്ന് എനിക്ക് ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം വന്നത്. ഒരുപാട് പേരുടെ പിന്തുണ, അതിനൊപ്പം തന്നെ എഴുത്തിനോടുള്ള താല്പര്യവും, ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകളെ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എഴുത്താണ് എന്ന് മായ കണ്ടുപിടിച്ചതിലൂടെയാണ് ഇതൊക്കെ പുറത്തേക്ക് വരുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എഴുതുമ്പോ, നമുക്ക് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ആനന്ദമുണ്ട് മനസ്സില്. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജന്മനാടായ നായത്തോടാണ് മായയുടെയും ജന്മനാട്. അതെ അതെ, ഞങ്ങള് അടുത്തടുത്ത ആണ് എന്ന് പറയാം. ഇപ്പൊ എഴുത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് തന്നെ വായനയോട് നമുക്ക് ഒരുപാട് താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. ഏതാണ് താങ്കളുടെ വളരെ പ്രിയപ്പെട്ട പുസ്തകം? ഞാന് എല്ലാത്തരം വായനകളും നടത്താറുണ്ട്. അഭിമുഖങ്ങള്, ലേഖനങ്ങള്, നോവൽ, കവിത, അങ്ങനെ മിക്കവാറും എല്ലാ വിഭാഗത്തിൽപ്പെട്ട വായനകളും നടത്താറുണ്ട്. കവിതകളും ആദ്യകാല മഹാകവികളുടെ കവിതകളും എടുത്തു വായിക്കാറുണ്ട്. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതൊക്കെ ഞാൻ വായിക്കും. ഇഷ്ടപ്പെട്ട വായന അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകം എടുത്തു പറയാൻ കഴിയുന്നില്ല. മഹാകവിയുടെ കവിതകൾ ഞാൻ വായിക്കാൻ തുടങ്ങിയതിന് ശേഷം മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയും അദ്ദേഹത്തിന്റെ കവിതകളും വായിക്കുകയും അറിയാനും പഠിക്കാനും വേണ്ടി വായിക്കാറുണ്ട്. സുഗതകുമാരി ടീച്ചറിന്റെ കവിതകൾ ഇഷ്ടമാണ്. എനിക്കിപ്പോഴും NV കൃഷ്ണവാര്യർ, അദ്ദേഹത്തിന്റെ ലേഖന സമാഹാരങ്ങള് ഒരുപാട് ഇഷ്ടമാണ്. ശ്രീ MP വീരേന്ദ്രകുമാറിന്റെ പുസ്തകങ്ങള്, അതായത് പരിസ്ഥിതി സംബന്ധമായിട്ടും വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിക്കാറുണ്ട്, ഇഷ്ടമാണ്.
ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എഴുത്ത് തുടരുന്നുണ്ടോ? എഴുത്ത് തുടരുന്നുണ്ട്. മിക്കവാറും ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ എഴുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എഴുതുന്നുണ്ട്. ഇപ്പോഴെഴുതിയതൊക്കെ ഇനിയും അതൊക്കെ എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ഉണ്ട് ചെയ്യാൻ. ഇനി അടുത്തതായിട്ട് പ്രസിദ്ധീകരിക്കാൻ ഏതെങ്കിലും പുസ്തകം ബാക്കിയുണ്ടോ? എഴുതി വച്ചിരിക്കുന്ന ഏതെങ്കിലും? എഴുതി വച്ചിരിപ്പുണ്ട്. ബാലകഥകള് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. കവിതകള് കുറെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് എഴുത്തുകളൊക്കെ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും മായ, ഒരുപാട് സന്തോഷം. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും വെല്ലുവിളികൾ നേരിടുമ്പോൾ തളർന്നു പോകുന്ന ഒരു സമൂഹം, ഒരു കൂട്ടമാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ അവർക്കൊക്കെ ഒരു വലിയൊരു ഉദാഹരണമാണ് മായയെ പോലുള്ള ആളുകൾ. ശരീരം പൂർണ്ണമായും പണിമുടക്കിയപ്പോഴും അതിനെ തോൽപ്പിച്ച് മുൻപോട്ടേക്ക് വന്ന് ഏതൊക്കെ രീതിയിൽ നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അതിൽ തന്നെ ഉറപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരാളായിട്ടാണ് മായയെ നമ്മളും കാണുന്നത്. അപ്പൊ ഇനിയും എഴുതാൻ സാധിക്കട്ടെ, ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ. വായനക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ മായയുടെ ഭാഗത്ത് നിന്ന്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആൽക്കമി ഓഫ് ദി ഫോർത്ത് ഫിംഗർ പോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും മായയുടെ ഭാഗത്ത് നിന്ന് വായനക്കാർക്ക് ലഭ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് മായ. ആകാശവാണി കോഴിക്കോട് നിലയത്തിന് എൻ്റെ പ്രത്യേക നന്ദി, സന്തോഷം, നമസ്കാരം. എഴുത്തുകാരി മായ ബാലകൃഷ്ണൻ തന്റെ സർഗജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം സുധർമ്മ. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.